ഇന്ന് പകൽ സ്തുതിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ ജയിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ഒരു സംവിധാനത്തിനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം പ്രാർത്ഥിക്കുന്നവൻ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോകത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ നയിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഏലിയാവ് മഴ പെയ്യാതിരിക്കുന്നതിന് ദൈവത്തോട് അപേക്ഷിച്ചു. നമുക്കറിയാം 3.5 സംവത്സരം ദേശത്ത് മഴയുണ്ടായി. എന്നാൽ വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ മേലുള്ള അധികാരം. ഇന്ന് പകൽ യാക്കോബ് പറയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിലും ഏലിയാവിന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ നമുക്ക് ആ സ്വഭാവമില്ലെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന ജീവിത ശൈലി നമുക്കില്ലെങ്കിൽ, ഇന്ന് പകൽ ആമേൻ നമുക്ക് ആ ജീവിത ശൈലി കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നത്തെയും, ഏത് പ്രതികൂലത്തെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. സ്തോത്രം. പ്രാർത്ഥനയാണ് ഏലിയാവിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന ഏലിയാവ് ഭയപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഏലിയാവ് ദൈവത്തിന്റെ ആലോചന പ്രകാരം ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനകത്തു കയറി ദൈവം പറഞ്ഞ അരുളപ്പാട് പറഞ്ഞു. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ നയിക്കുന്നത് യേശുവാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ അനുദിനം പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതകളുണ്ട്. അതിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ വേണം, നമുക്ക് ആരാധനകൾ വേണം, നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവം ഉണ്ടാകണം. കാരണം സ്തുതിക്കുന്ന ദൈവജനത്തെ ജയിക്കുവാൻ ഇന്ന് വരെ ലോകത്തിലെ ഒരു സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരാധിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ വലിയ മാറ്റം ദൈവത്തിന് പ്രതീക്ഷിക്കുക. 27 സങ്കീർത്തനം പറഞ്ഞ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം എന്ത് ചെയ്തില്ല, ഭയപ്പെടത്തില്ല. ഇന്ന് പകൽ ദൈവം നമ്മുടെ അവൻ അകത്തുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവിക ചിന്തയുണ്ടെങ്കിൽ, ദൈവിക കാഴ്ചപ്പാടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പ്രശ്നത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിലായിരുന്നാലും അവൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഈ ലോകത്ത് ഒരു സംവിധാനത്തിനോ കഴിയത്തില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. പകല് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും, ദൈവത്തിന്റെ പ്രവൃത്തി കാണും. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവ്യാപിയാണ്. കാരണം നമുക്ക് വേണ്ടി ഏത് നിമിഷവും ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മൾ ഏത് സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും.